റയൽ മാഡ്രിഡ് അങ്ങനെ ബെൻഫിക്കയ്ക്കെതിരെ 4-2 തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നത്. എൻ്റെ പൊന്നളിയാ, എന്താണ് നടക്കുന്നത്? എംബാപ്പെ ഗോളടിക്കുന്നതല്ലേ റയൽ മാഡ്രിഡ് ഇപ്പോൾ ഒന്നും നടക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറയാം, എംബാപ്പെ FC ആയി മാറുക റയൽ മാഡ്രിഡ്. റോഡ്രിഗോയ്ക്കും അസൻസിയോയ്ക്കും റെഡ് കാർഡും കിട്ടി. നമ്മുടെ ബെൻഫിക്കയുടെ ഗോളി വന്ന് ലാസ്റ്റ് മിനിറ്റ് 90+8 മിനിറ്റ് മൗറീനോ പറഞ്ഞിട്ട് കയറി വന്നു. മൗറീനോ കയറിപ്പോകാൻ പറഞ്ഞ് കയറിപ്പോയി ഒരു ഗോൾ അടിച്ചു അവസാന നിമിഷം. എന്നെ കളിയായിരുന്നു. കാരണം ആ ഗോളടിക്കുക എന്ന് പറയുന്നത്, അതും കോച്ച് പറഞ്ഞിട്ട് കയറി ചെന്ന് ഗോളടിക്കുക എന്ന് പറഞ്ഞാൽ അവസാന ടൈമിൽ ഓൾറെഡി ഒരു ഗോളിന് ലീഡുണ്ട്, എന്നിട്ടാണ് കയറി ചെന്ന് ഗോളടിച്ചത്. അതൊരു കിടിലൻ സാധനമായിട്ട് തോന്നിയത്. റയൽ ഇനി പ്ലേ ഓഫ് കളിച്ച് കയറി വരണം. ഇനി 9ാം സ്ഥാനത്താണ് ഇപ്പോൾ റയൽ മാഡ്രിഡ് നടക്കുന്നത്. എന്തായാലും ചാമ്പ്യൻസ് ലീഗ് ആയിട്ട് മോശം കളി കളിക്കുന്നത്. കാരണം ചാമ്പ്യൻസ് ലീഗിലോട്ട് വരുമ്പോൾ റയൽ ഒരു നല്ലൊരു കളി കാഴ്ച വെക്കേണ്ടതാണ്, പക്ഷേ അതും നമ്മൾ കാണാൻ സാധിച്ചില്ല. എന്തായാലും മൗറീനയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം. ഈ ടീമിനെ വെച്ച് റയലിനെതിരെ 4-2 റയലിനെ തോൽപ്പിച്ചത്. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ബാഴ്സലോണ 4 ഗോൾ അടിച്ചു. 4 ഗോളും സെക്കൻഡ് ഹാഫിൽ വന്നതാണ്. യമീൻ യമാൽ വിഷയങ്ങൾ, കാരണം എൻ്റെ ഡ്രിബിളിങ് ആണെങ്കിലും ഗോൾ അസിസ്റ്റ് എല്ലാം തികഞ്ഞ് കളിച്ചൊരു കളി എന്നാണ് പറയാം. കിടിലൻ ആ ഗോള് ബ്ലിറ്റ്സ് കളി, നമ്മുടെ പെസ്സിനകത്ത് നമ്മൾ ഈ ഫുട്ബോളിലൊക്കെ കളിക്കുമ്പോൾ അടിക്കുന്ന പോലത്തെ ഒരു കിടിലൻ ഗോൾ അടിച്ചു. നമ്മുടെ ലെവാൻഡോസ്കിക്ക് അസിസ്റ്റ് കൊടുക്കുന്നു, ഒരു കിടിലൻ ഡ്രിബിൾ ചെയ്യുന്നു, പ്ലേ മേക്ക് ചെയ്യുന്നു, എല്ലാം കൊണ്ട് നൈസ് കളിയാണ് യമാൽ കളിച്ചത്. റാഷ്ഫോർഡിൻ്റെ ഒരു നൈസ് ഫ്രീ കിക്ക് ഉണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നതെന്ന് പറഞ്ഞാൽ നെയ്മറിൻ്റെ ഒരു ഫ്രീ കിക്കാണ് പണ്ട് PSG-ക്കെതിരെ എടുത്ത്. ആ ഒരു ആംഗിളിൽ നിന്ന് റാഷ്ഫോർഡ് അടിച്ച് കയറ്റിയപ്പോൾ അതാണ് ഓർമ്മ വന്നത്. അത് നൈസ് ഒരു ഗോളായിരുന്നു. പിന്നെ റാഫീന പെനാൽറ്റി അടിച്ചു. അങ്ങനെ ബാർസ പിന്നെ എടുത്തിരിക്കുന്നു ഗൈസ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പം ഓക്കെ ബൈ.